നമുക്ക് ഭൂമിയുടെ അജയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഭൂമി വല്ലാത്ത വിഷമത്തിലായിരുന്നു. കാരണം അച്ഛനും അമ്മയും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോണെന്നാ പറയണേ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് പോകാന്ന് പറഞ്ഞാൽ അത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഒടുവിൽ ഷോപ്പിൽ വിഷമിച്ച് ഭൂമി ഇരിക്കുന്ന സമയത്ത് ലക്ഷ്മി വന്നിട്ട് ചോദിച്ചു, എന്തിനാ മോളെ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണമെന്ന് ചോദിച്ചു. എനിക്കറിയില്ല ലക്ഷ്മി ചേച്ചി എന്ത് ചെയ്യണമെന്ന്. അച്ഛനും അമ്മ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് അതാ എനിക്കറിയില്ലാത്ത. ആ സമയത്ത് ലക്ഷ്മി ചോദിച്ചു, അല്ല അതെന്താ അവർക്ക് പറ്റിയത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പെട്ടെന്ന് അമ്പയെ ചേച്ചിയും അച്ഛനും ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും. അല്ലാതെ ഒരിക്കലും അവരിങ്ങനൊരു തീരുമാനം എടുക്കില്ലല്ലോ. എനിക്കറിയില്ല എന്താ അവരുടെ തീരുമാനം എന്താന്ന്. ഞാൻ ഒരു കാര്യം എൻ്റെ അച്ഛനോടും അമ്മയോടും മറച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മനസ്സിനെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അച്ഛനെ കൊണ്ട് ഇപ്പോൾ പോകുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു. അതെന്താ ഭൂമി അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഭൂമിക്ക് തോന്നി ലക്ഷ്മിയോട് തുറന്നു പറയണം അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ച്. ഭൂമി പറഞ്ഞു, ചേച്ചി ഞാൻ അച്ഛനെ കൊണ്ട് നാളെ ഹോസ്പിറ്റലിൽ പോയില്ലേ, പക്ഷേ അച്ഛൻ്റെ അസുഖം എന്താണെന്ന് ചേച്ചിക്കറിയാവോ? അച്ഛനും ക്യാൻസറാന്ന് പറഞ്ഞു. ക്യാൻസറോ? അതെ, ബ്രെയിൻ ട്യൂമറാണ് അച്ഛന്. ഈ കാര്യം അച്ഛനോട് പറഞ്ഞിട്ടില്ല, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ എത്രയും പെട്ടെന്ന് അതിനൊരു സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിന് പണം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓടി നടക്കുക. ഒരിടത്ത് അപേക്ഷയൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനിൽ ഇരിക്കുന്ന സമയത്താണ് അച്ഛനും അമ്മ വീട് മാറുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ മനസ്സിൽ എന്താ ഏതാണെന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ച് സാവകാശം ചോദിച്ചിരിക്കുക. പക്ഷേ അച്ഛനാണെങ്കിലോട്ട് സമ്മതിക്കുന്നില്ല. നാളെ തന്നെ പോകണമെന്നും പറഞ്ഞിട്ടാ. എന്താണെങ്കിലും ചേച്ചി ഷോപ്പ് നോക്ക്, ഒരു 2-3 ആഴ്ച അച്ഛൻ പറയുന്ന പോലെ തന്നെ എനിക്ക് അനുസരിച്ചേ മതിയാവുള്ളൂ. അപ്പോഴേക്കും അച്ഛൻ്റെ സർജറിക്കുള്ള പണം ഉണ്ടാക്കി അച്ഛനെ കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തിരികെ വരും. അല്ല മോളെ, ഇനി പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങോട്ടേക്ക് തിരികെ വരണ്ടാന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാലോ? അങ്ങനെ അച്ഛനെ കൊണ്ട് വരാതിരിക്കാൻ പറ്റില്ല. ഡോക്ടറെ കാണണമല്ലോ ചേച്ചി. എന്തെങ്കിലും കാരണം പറഞ്ഞാൽ എനിക്ക് അച്ഛനെ തിരികെ കൊണ്ടുവന്നേ മതിയാവുള്ളൂ, അല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര വിഷമമായി. ലക്ഷ്മി പറഞ്ഞു, എന്നാലും ഭൂമി നിന്റെ കാര്യം ഓർത്തിട്ട്, ചിലരുടെ ജീവിതം ഇങ്ങനെയാ ചേച്ചി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. നമ്മൾ മനസ്സിൽ പല കാര്യങ്ങളും കരുതും, പക്ഷെ അതുപോലെയൊന്നും ആയിരിക്കില്ല. ദൈവം മുകളിലൊരു വര വരച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ നടക്കുള്ളൂ. ദൈവത്തിൻ്റെ പ്ലാൻ പോലെ നടക്കട്ടെ, അല്ലാതെ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പം ലക്ഷ്മിക്ക് ഭയങ്കര വിഷമമായി. ഭൂമി അത്ര നന്നായിട്ട് ലക്ഷ്മിക്ക് അറിയാം. എത്ര നല്ല പെൺകുട്ടിയാണ്, തനിക്ക് ഇവളും മകളായിട്ട് വന്നില്ലല്ലോ എന്നൊരു ചിന്ത പോലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്ര നല്ല ക്യാരക്ടറുള്ള സ്വഭാവമാണ്. അത് അത്ര നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് ഭൂമി. അച്ഛനും അമ്മയും അത്ര കരുതലോട് കൂടിയിട്ടാണ് നോക്കുന്നത്. അച്യുതേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പം ഭൂമി എങ്ങനെ സഹിക്കുന്നു ഇങ്ങനെ ഒരു അസുഖം വന്നിട്ട് അച്യുതേട്ടന്? അതൊക്കെ ലക്ഷ്മിയും വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അച്യുതൻ വിചാരിച്ചു, തനിക്ക് ഒരു നിസ്സാര അൾസറും കാര്യങ്ങളും മാത്രം കണ്ടുള്ളൂ, അതിനാണ് അവൾ പോവണ്ടെന്ന് പറയണേ. എന്താണെങ്കിലും ആ ഡോക്ടർ ഒന്ന് പോയി കാണണം, ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തിരക്കണം, ഡോക്ടറോട് പോയി പറയാം. ഇനിയിപ്പോൾ കുറച്ച് കാലത്ത് ഇവിടെ ഉണ്ടാകത്തില്ല, ഇവിടെ നിന്ന് പോകുകയെന്ന് പറയാം. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് മെഡിസിനും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഡോക്ടറെ ഒന്ന് കാണാൻ തന്നെ തീരുമാനിച്ച് എന്ത് ചെയ്തു, അച്യുതൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷെ ഇത് ഭൂമിക്ക് അറിയണ്ടായിരുന്നില്ല അച്യുതൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യം. അങ്ങനെ അച്യുതൻ പോയി ടോക്കണൊക്കെ എടുത്ത് കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ വിളിപ്പിച്ചപ്പോൾ അച്യുതൻ കയറി ചെന്നു ഡോക്ടറോട് ഇങ്ങനെ സംസാരിക്കണ സമയത്ത് ഒടുവിൽ ഡോക്ടർ ആ കാര്യങ്ങൾ പറയുന്നത്, അതെ നിങ്ങൾക്ക് അൾസറൊന്നുമല്ല, നിങ്ങളുടെ അസുഖം എന്താണെന്ന് അറിയാവോ? നിങ്ങൾക്ക് ക്യാൻസറാന്ന് പറഞ്ഞു. ക്യാൻസറോ? അതെ, ബ്രെയിൻ ട്യൂമറാണ്. അത് നിങ്ങളോട് മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ അവൾ എന്നോട് പറഞ്ഞു, ഇപ്പം തൽക്കാലത്തേക്ക് നിങ്ങളോട് പറയണ്ടെന്നാ പറഞ്ഞത്. അവൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയാതിരുന്നേ. പക്ഷേ ഇനിയും നിങ്ങളത് അറിയാതിരുന്നിട്ട് കാര്യമില്ല അച്ഛ. അതാ നിങ്ങളോട് ഞാൻ ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞെന്ന് പറഞ്ഞു. തകർന്നു പോയി അച്യുതന്. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം തൻ്റെ മകള് തന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ നന്മയെ കരുതിയിട്ട് മാത്രമായിരിക്കണം. അവൾ എത്രമാത്രം മനസ്സിന് വേദന അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം അച്യുതന് മനസ്സിലായി. ഇവിടം വിട്ട് പോകാനായിട്ട് വിസമ്മതിച്ചു. അതുകൊണ്ടായിരിക്കും തൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തനിക്കൊരു സർജറി നടത്തണം. അപ്പം ഞാൻ മോളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ പണം ഉണ്ടായിക്കൊണ്ട് വരാം, അച്ഛൻ്റെ സർജറി നടത്തണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെ അത്രമാത്രം അവൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അച്യുതൻ അങ്ങനെ നിറകണ്ണുകളോടെ അവിടെ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്യുതനും സഹിക്കാൻ പറ്റിയില്ല. അച്യുതൻ വിതിമ്പി കരയുവാണ്. കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്പിക ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ അച്യുതേട്ടാ, എന്ത് പറ്റി? അച്ഛൻ എന്തിനാ സങ്കടപ്പെടുന്നേ, കരയണ എന്താന്ന് ചോദിച്ചു.
അച്ഛൻ ഇങ്ങനെ കുറേ ആലോചിച്ച് വരുന്ന വഴിക്ക് കാരണം തനിക്കിനിയിപ്പോൾ അധികം ആയുസ് ഉണ്ടായിരിക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ മോള് അങ്ങനെയാണെങ്കിൽ സത്യദാസ് സാറിന് തന്നെ അവളെ തിരിച്ചു കൊടുത്തേക്കാം. കാരണം അവളുടെ അച്ഛൻ്റെ അടുത്ത് അവൾ കഴിയട്ടെ, അവൾ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ആ സാറിനോട് താനീ ചെയ്ത ക്രൂരത കൊണ്ടാണോ തനിക്കിങ്ങനെ അസുഖം വന്നത്. ആ അച്ഛൻ എത്രമാത്രം മോളെ കാണാതെ വിഷമിക്കുന്നുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ദൈവം തനിക്ക് തന്ന ശിഷ്യയാണെന്ന് പോലും അച്യുതന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അച്യുതൻ ഇങ്ങനെ ആലോചിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമ്പി ചോദിച്ചു, എന്താ അച്യുതേട്ടാ അച്ഛൻ എന്താണെന്നും പറയാത്തേ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടായിരുന്നു പറഞ്ഞു. ഹോസ്പിറ്റലോ? അത് പിന്നെ മോള് നമ്മളോട് പല കാര്യങ്ങളും മറച്ചു വെച്ച അംബികെ, ഇനിയിപ്പം എനിക്ക് അധികം നാളൊന്നും ആയുസ് ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. ഈ അച്യുതേട്ടൻ എന്തൊക്കെയാ പറയണേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്യുതൻ അംബികയെ കെട്ടിപ്പിടിച്ച് കരയണം. അച്യുതേട്ട കാര്യം പറ. പിന്നീടാണ് തനിക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞ് എല്ലാം കൂടെ പറയണേ. അംബിക ഒരു ഒറ്റ കരച്ചിലായിരുന്നു. ഈ സമയത്ത് അച്യുതൻ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട മോൾ, ഈ കാര്യം എന്നിൽ നിന്ന് മറച്ചും നിന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകുന്ന കരുതിയിട്ടായിരിക്കും. പാവം എൻ്റെ മോള് എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട്. കാരണം എനിക്ക് അവളെ അത്രമാത്രം ഇഷ്ടമാണെന്ന് അവൾക്കറിയാം. തിരിച്ച് അവൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇനി നമ്മൾ മോളോട് ചതി കാണിക്കരുത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചമ്പകെ അവളോട് പറയണം. അവളുടെ അച്ഛൻ ആരാന്ന്. ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, നിന്നെ കൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അവളെ അവളുടെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കുന്നതല്ലേ നല്ലത്. എനിക്കത് തോന്നുന്നുണ്ട്. അവരാകുമ്പം അവളെ പൊന്നു പോലെ നോക്കിക്കോളൂ. അവൾക്കൊരു കുറവും വരാതെ അവളുടെ കല്യാണമൊക്കെ നടത്തി ഇത് ഗംഭീരമായിട്ട് തന്നെ. അത് കേട്ടതും അംബിക കരഞ്ഞു. അംബിക പറഞ്ഞു, അച്യുതേട്ടാ അംബികയ്ക്ക് കൺഫ്യൂഷൻ, എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു വശത്ത് അച്യുതൻ, മറുവശത്ത് മോള്. അച്യുതൻ പറഞ്ഞു, ഇനി ഞാൻ ആലോചിക്കുന്നില്ല അംബികയെ, എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് മോളെ കൈമാറണം. സത്യങ്ങളൊക്കെ സാറിനോട് തുറന്നു പറയണമെന്ന് പറഞ്ഞു. അംബിക ആകെപ്പാടെ വിഷമിച്ചു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു അംബികയ്ക്ക്. അങ്ങനെ രണ്ടുപേരും കൂടെ വിഷമിച്ച് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി പതിവ് പോലെ തന്നെ ഷോപ്പിൽ നിന്ന് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും വല്ലാതിരിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നീടാണ് അച്യുതൻ ഡോക്ടറെ കാണാൻ പോയതെല്ലാം പറയണേ. അത് കേട്ടപ്പം ഭൂമിക്കും ഭയങ്കര സങ്കടമായി. ഭൂമി അച്യുതനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, ഒരു ചെറിയ സർജറി ചെയ്താൽ മതി, അച്ഛന് പിന്നെ ഒന്നും സംഭവിക്കില്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണ വച്ചാ. ഭൂമി കാര്യങ്ങളൊക്കെ ഭയങ്കര ലാഘവത്തോടെയാണ് സംസാരിക്കുന്നത്. അച്ഛൻ ഇത്രമാത്രം സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞാനല്ലേ പറയണേ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും മനസ്സിലാവില്ലേ, ഈ ഭൂമി കള്ളത്തരം പറയത്തൊന്നും ഇല്ലോന്ന് പറഞ്ഞു. അച്ഛനും പറഞ്ഞു, ശരി, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, അച്ഛൻ്റെ സർജറിക്കുള്ള പൈസ അധികം വയ്യാതെ ഉണ്ടാവും, അച്ഛൻ്റെ സർജറിയൊക്കെ നടത്തണം, അതുകൊണ്ടാണ് ഞാനിവിടുന്ന് പോവണ്ടെന്ന് പറഞ്ഞ്. അത് കേട്ടപ്പം അച്യുതൻ പറഞ്ഞു, മോളെ ഞാൻ വിഷമിക്കൊന്നും വേണ്ട അച്ഛാ, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, എന്നെ വിശ്വാസമില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, മോളെ നമുക്ക് ഫാദേഴ്സ് ഡേ അല്ലേ വരുന്നേ, നമുക്കത് അടിപൊളിയായിട്ട് ആഘോഷിക്കണം, എല്ലാവരെയും വിളിച്ചിട്ട്. അതെന്ത് പറ്റി ഇപ്പം ഇങ്ങനെ ഒരു തോന്നൽ, എന്തോ എനിക്ക് തോന്നുന്നുണ്ട് ആഘോഷിക്കണമെന്ന്. അത് കേട്ട ഭൂമിയോട്, ശരി ആയിക്കോട്ടെ, അതെ എല്ലാവരെയും വിളിക്കുകയൊക്കെ ചെയ്യണം, അറിയാവുന്നവരെയൊക്കെ വിളിക്കണം, മോളുടെ ആ സത്യദാസ് സാറിനെ വിളിക്കണം, വരുമോ എന്നറിയത്തില്ല, ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ സത്യദാസ് സാർ വരാതിരിക്കില്ല, ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞു. അപ്പം അച്യുതൻ്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. അന്ന് വേണം ഭൂമിയുടെ യഥാർത്ഥത്തിലുള്ള അച്ഛൻ ആരാന്ന് തുറന്നു പറയാനായിട്ട്. എല്ലാവരുടെ മുന്നിൽ വെച്ച് വേണം ആ തുറന്നു പറച്ചിൽ നടത്താനെന്ന് അച്യുതൻ നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഭൂമിക്ക് അറിയില്ലല്ലോ അച്യുതൻ്റെ മനസ്സിൽ ഇതാന്നുള്ള കാര്യങ്ങളൊക്കെ. ഭൂമിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അച്ഛന് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന എത്രമാത്രം ആണെങ്കിൽ അതങ്ങനെ കൊടുക്കാം. അച്ഛന് ഇനി എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല, സർജറി നടത്തിയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടെൻഷനിലായിരുന്നു ഭൂമി. എന്താണെങ്കിലും അച്യുതൻ്റെ മനസ്സിന് വല്ലാത്ത ടെൻഷനായിരുന്നു. അന്നത്തെ രാത്രി കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എങ്ങനെയായിരിക്കും എന്ന് ഓർത്തിട്ട്, ഭൂമിയുടെ കാര്യം ഓർത്തിട്ട്, താൻ മരിച്ചു പോയാലും കുഴപ്പമില്ല, പക്ഷെ തൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കരുത്. കാരണം മോളെ ഇല്ലാതാക്കാനായിട്ട് അവർ വരും. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ മോളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തനിക്ക് പറ്റില്ല. അവർ വെറുതെ ഇരിക്കില്ല ഭവാനി, അവർ മോളെ കൊല്ലാനായിട്ട് വരും. അതിനെക്കുറിച്ചൊക്കെ അബ്ബയോട് പറയുകയും ചെയ്തു. കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ മോളെ വന്ന് ഉപദ്രവിക്കുമെന്ന്. അപ്പം അവരുടെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ തന്നെ മോളെ ഏൽപ്പിക്കുന്നത് നല്ലതെന്ന്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും കമാലിനോട് ഭവാനി വിളിച്ചിട്ട് കാര്യം പറയണം, എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് തന്നിരിക്കുന്ന ദിവസം കഴിഞ്ഞിരിക്കുക, ഇനിയിപ്പോൾ അവരുടെ വീട് കണ്ടെത്തി അവരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ കമാല് വീട് കണ്ടെത്തുവാണ്. അച്യുതൻ്റെ ഭൂമിയുടെയൊക്കെ വീട് കണ്ടുപിടിക്കുവാണ്. എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണം, ഒരു കാരണവശാലും തെളിവ് പോലും
തെളിവ് പോലും ഇല്ലാതാക്കണം. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഭവാനി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒടുവിൽ കമാല് വീടൊക്കെ കണ്ടുപിടിച്ചു. എല്ലാം നോക്കി വെച്ചിട്ടാണ് പോകുന്നത്, എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.